അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത്. അപുത്രസ്യ ഗതിർനാസ്തി സ്വർഗോ നൈവ ച നൈവ ച പുത്രധന്യതരന്നാസ്തി പരലോകസ്യ സാധനം. മന്വാദിഭിശ്ച മുനിഭിഃ ധർമ്മശാസ്ത്രേഷു ഭാഷിതം. പുത്രവാൻ സ്വർഗമാപ്നോതി നാപുത്രസ്തു കഥഞ്ജന. ദൃശ്യതേത്ര സമക്ഷം തന്നാനുമാനേന സാധ്യത്തെ. പുത്രവാൻ മുച്യത്തെ പാപാദാപ്തവാക്യം ച ശാശ്വതം. ആതുരോ മൃത്യുകാലേപി ഭൂമിശയ്യാഗതോ നര. കരോതി മനസാ ചിന്താം ദുഃഖിതഃ പുത്രവർജിതാ. ധനം മേ വിപുലം ഗേഹേ പാത്രാണി വിവിധാനി ച. മന്ദിരം സുന്ദരം ചൈതൽ കോസ്യ സ്വാമീ ഭവിഷ്യതി. മൃത്യുകാലേ മനസ്തസ്യ ദുഃഖേന ഭ്രമത്തെ യഥാ. അതോസ്യ ദുർഗതിർനൂനം ഭ്രാന്തചിത്തസ്യ സർവധാ. ഏവം ബഹുവിധാം ചിന്താം കൃത്വാ സത്യവതീ സുതാ. നിശ്വസ്യ ച ബഹുധാ ചോഷ്ണം വിമനാ സംബഭൂവഃ. വിചാര്യ മനസാത്യർത്ഥം കൃത്വാ മനസി നിശ്ചയം. ജഗാമ ച തപസ്തപ്തും മേരുപർവതസന്നിധൗ. മനസാ ചിന്തയാമാസ കം ദേവം സമുപാസ്മഹേ. വരപ്രദാന നിപുണം വാഞ്ഛിതാർത്ഥപ്രദം തഥാ. വിഷ്ണും രുദ്രം സുരേന്ദ്രം വാ ബ്രഹ്മാണം വാ ദിവാകരം.
ഗണേശം കാർത്തികേയം ച പാവകം വാരുണം തഥാ ഏവം ചിന്തയതസ്തസ്യ നാരദോ മുനിസത്തമാ യദൃച്ഛയാ സമായാതോ വീണാപാണി സമാഹിതാ തം ദൃഷ്ട്വാ പരമപ്രീതോ വ്യാസ സത്യവതീ സുതാ കൃത്വാർഘ്യമാസനം ദത്വാ പപ്രച്ഛ കുശലം മുനിം ശ്രുത്വാധ കുശലപ്രശ്നം പപ്രച്ഛ മുനിസത്തമാ ചിന്താതുരോസി കസ്മാത് ത്വം ദ്വൈപായന വദസ്വ മേ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം മുതൽ 27-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തത്. അതിൻ്റെ പരിഭാഷയാണ്, അതിൻ്റെ നതോന്നതാവൃത്തത്തിലുള്ള തർജ്ജമയാണ് ഇപ്പത വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പുത്രനില്ലാത്തവനു പരഗതിയോ ഇല്ലേ ഇല്ല, പുത്രനില്ല എങ്കിൽ സ്വർഗം കിട്ടുകയില്ല. പുത്രനെ പോലവേ മറ്റു ഉപായങ്ങളൊന്നുമില്ല, പരലോകപ്രാപ്തിക്കു നൽ സഹായമായി. പുത്രനുള്ളവനാണല്ലോ സ്വർഗത്തെ ലഭിച്ചിടുക, പുത്രനില്ലാത്തവനതു അസാധ്യം തന്നെ. മനു തുടങ്ങിയവരോ ധർമ്മശാസ്ത്രങ്ങളിലൂടെ മനസ്സിലാക്കി തരുന്നു വ്യക്തതയോടെ. പ്രത്യക്ഷമായിട്ടു തന്നെ അതിവിടെ കാണാമല്ലോ, പ്രത്യേകമാമനുമാനം ആവശ്യമില്ല. പുത്രനുള്ളവൻ പാപത്തിൽ നിന്നു മുക്തനാകുമെന്ന പ്രസിദ്ധമാപ്തവാക്യം നിലനിൽക്കുന്നു. മൃത്യുകാലം അടുക്കുമ്പോൾ അസഹ്യമാം വേദനയാൽ മകനില്ലാത്തതിനാലേ ദുഃഖിച്ചിടുന്ന മനുഷ്യനോ അവസാനം നിലത്തു വീണു കിടന്നു മനസ്സിലായി വിധത്തിൽ ചിന്തിച്ചിടുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. എൻ്റെ വീട്ടിലെനിക്കു വേണ്ടത്ര ധനമുണ്ട് സത്യം, എനിക്കു പലതരത്തിൽ പാത്രങ്ങളുണ്ട്. എൻ്റെ ഭവനമാണെങ്കിൽ അത്യന്തം സുന്ദരം തന്നെ, എന്നാൽ ആരുണ്ടെനിക്കിനി പിൻഗാമിയായി. മരണസമയത്തിങ്കൽ ഈ വിധം ചിന്തിച്ചുകൊണ്ടും മനസ്സാകെ ദുഃഖത്താലെ പിടച്ചിടുന്നു. മറ്റെങ്ങനെ നോക്കിയാലും തീർച്ചയായും ദുർഗതിയെ മനസ്സുഴറുന്നവനു ലഭിക്കും നൂനം. ഈ
വിധത്തിൽ സത്യവതി പുത്രനായ വേദവ്യാസൻ നെടുവീർപ്പിട്ടേറെ മനോദുഃഖിയായി തീർന്നു. മനതാരിൽ ഈ വിധത്തിൽ ചിന്തകളുണർന്നതിനാൽ മനസ്സിൽ ഉചിതം തീരുമാനമെടുത്തു. മുനിയായ വേദവ്യാസൻ തപസ്സു ചെയ്യുവാനായി മേരുപർവ്വതത്തിലേക്കു യാത്രയായല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അദ്ദേഹമോ ആലോചിച്ചു, ഏതു ദേവനെയാണു ഞാൻ ആഗ്രഹപ്രാപ്തിക്കായി ഉപാസിക്കേണ്ടത്? ആരാണു വരങ്ങൾ നൽകാൻ സമർത്ഥനായിട്ടുള്ളത്? ആരാണു അഭീഷ്ടങ്ങളെ നൽകിയിടുന്നവൻ? വിഷ്ണുവിനെ വേണോ അതോ രുദ്രനെയോ സ്കന്ദനെയോ ഇന്ദ്രനെയോ ബ്രഹ്മനെയോ അതുമല്ലെങ്കിൽ സൂര്യനെയോ അതല്ലെങ്കിൽ ഗണപതി ദേവനെയോ ഭഗവാനമഗ്നിയെയോ വരുണനെയോ? യോഗിയായ വേദവ്യാസൻ ഇത്തരത്തിൽ ചിന്തിക്കവേ യദൃച്ഛയാ അവിടെ എത്തിനാൻ നാരദൻ. മഹതിയാം വീണമീട്ടി ഏകാഗ്രചിത്തനായിട്ടു മഹാവിഷ്ണു മഹിമകൾ പാടിനാൻ മുനി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വീണാപാണിയായിടുമ നാരദനെ കണ്ട നേരം വേദവ്യാസനത്യധികം സന്തോഷിച്ചല്ലോ. വേണ്ട പോലെ അർഘ്യം നൽകി ആസനവും സമർപ്പിച്ചു. വിനയപൂർവം മുനി കുശലം ചോദിച്ചു. കുശല പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ നാരദനോ കുതൂകിയായി വ്യാസനോടു ഏവം ചോദിച്ചു. കൃഷ്ണദ്വൈപായനാ ഭവാൻ ചിന്താകുലനായതിനു കാരണത്തെ മടിക്കാതെ എന്നോടു ചൊല്ലൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, വാണി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീജഗദംബികായൈ നമഃ.
ഭക്തിരസത്തിൻ സുകൃതസ്മൃതി ഇതു ഭാഗവതാസ്വാദനത്തിൻ സ്മൃതി. തൃശ്ശൂർ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെയും അതേപോലെ ഭാഗവത യോഗത്തിൻ്റെയും നേതൃത്വത്തിൽ ഈ വരുന്ന ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 3 വരെ ഭാഗവത രസിക സ്മൃതി എന്ന രീതിയിലൊരു സത്രം ആരംഭിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം അതിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. ആരാധ്യനായ പ്രൊഫസർ വൈദ്യലിംഗ ശർമ്മയുടെ ഭാഗവത രസികൻ എന്ന് ലോകം മുഴുവൻ ആദരിക്കുകയും വിളിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഈ സത്രം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ദിവസത്തിലാണ് ഈ സത്രം സമർപ്പണം ചെയ്യുക, ആഗസ്റ്റ് 3-ാം തീയതി. ഈ സത്രത്തിൻ്റെ ലോഗോ പ്രകാശനമാണ് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ഗായിക, മലയാളത്തിൻ്റെ മധുര ഗായിക ശ്രീമതി മൃദുല വാര്യർ ഇവിടെ നിർവഹിക്കുന്നത്. ആ സന്തോഷം പങ്കുവയ്ക്കുന്നു. മൃദുലയെ ഈ പ്രകാശന കർമ്മത്തിനായി സാദരം ക്ഷണിക്കുന്നു. ഭക്തിരസത്തിൻ സുകൃതസ്മൃതി ഇതു ഭാഗവതാസ്വാദനത്തിൻ സ്മൃതി. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവത ജ്ഞാനയജ്ഞം അമ്മയെ അറിയാൻ എന്ന അക്ഷര പൂജയായി നമ്മൾ ആരംഭിച്ചിട്ട് ഇന്ന് 34-ാമത്തെ ദിവസം. ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 15 മുതൽ 27 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നത്. അതിനെ തന്നെയാണ് പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും. കുരരിപ്പക്ഷികളെ അല്ലെങ്കിൽ കുരിയിൽ പക്ഷിയെ കണ്ട് വേദവ്യാസനുണ്ടായ മനസ്സിലെ ചിന്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇവിടെ പറയുകയാണ് പുത്രനെക്കുറിച്ച് പ്രത്യേകമായിട്ട്. അപുത്രസ്യ ഗതിർനാസ്തി സ്വർഗോ നൈവച നൈവച പുത്രധന്യതരന്നാസ്തി പരലോകസ്യ സാധനം. പുത്രനില്ലാത്തവന് അപുത്രസ്യ ഗതിർനാസ്തി, അവന് ഗതിയുണ്ടാവില്ല. സ്വർഗോ നൈവച നൈവച, സ്വർഗം എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല, ഇല്ലേ ഇല്ല എന്നാണ്. പുത്രാധന്യതരന്നാസ്തി, പുത്രനെ പോലെ
പരലോകപ്രാപ്തിക്ക്, പരലോകസ്യ സാധനം, പരലോകപ്രാപ്തിക്ക് ഉപകാരമായിരിക്കുന്ന മറ്റൊന്നും ഈ ലോകത്തിൽ ഇല്ല എന്ന് ഉറപ്പിക്കുന്നു. ഇത് മന്വാദിഭിശ്ച മുനിഭി ധർമ്മശാസ്ത്രേഷു ഭാഷിതം. മനു തുടങ്ങിയ മുനിമാര് അനേകം ധർമ്മശാസ്ത്രങ്ങളിലൂടെ ഇത് പറഞ്ഞിട്ടുണ്ട്. പുത്രവാൻ സ്വർഗമാപ്നോതി നാ പുത്രസ്തു കഥഞ്ചന. അപ്പോൾ പുത്രനുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് എത്തുന്നു എന്നും പുത്രനില്ലാത്തവന് അത് ഒരിക്കലും കിട്ടുകയില്ല എന്നും ന കഥഞ്ചന, ഒരിക്കലും അത് ലഭിക്കുകയില്ല എന്നും മനു തുടങ്ങിയവര് ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞു വച്ചിരിക്കുന്നു. ദൃശ്യതയാത്ര സമക്ഷം തന്നാനുമാനേന സാധ്യതയെ, അതിവിടെ പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. അതൊരു അനുമാനത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആലോചിച്ച് അങ്ങനെയാവും എന്ന് കരുതേണ്ടതില്ല. അങ്ങനെയാണ് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട്. പുത്രവാൻ മുച്യതയെ പാപാദാപ്തവാക്യം ച ശാശ്വതം. പുത്രനുള്ള ആളുകൾ പാപത്തിൽ നിന്ന് മുക്തരായിട്ട് തീരുന്നു എന്ന ആപ്തവാക്യം എന്നും നിലനിൽക്കുന്നതാണ്. അന്ന് പറഞ്ഞ അന്ന് മാത്രമല്ല, ഇന്നും എന്നും. പിന്നെയോ ആതുരോ മൃത്യുകാലേപി ഭൂമിശയ്യാഗതോ നരാ കരോതി മനസാ ചിന്താം ദുഃഖിത പുത്രവർജിത. മൃത്യുകാലം അടുക്കുമ്പോൾ, ആതുരോ മൃത്യുകാലേപി, പുത്രനില്ലാതെ വിഷമിക്കുന്ന മനുഷ്യൻ അവശനായി നിലത്തു വീണ് ഭൂമിശയ്യാഗതോ നര കരോതി മനസാ ചിന്താം, മനസ്സിൽ ഇങ്ങനെ അവിടെ വീണ് കിടന്ന് ചിന്തിക്കുന്നു. എന്താ ചിന്തിക്കണത്? ധനം മേ വിപുലം ഗേഹേ, എനിക്ക് ഗൃഹത്തിൽ ധാരാളം ധനമുണ്ട്. പാത്രാണി വിവിധാനിച്ച, പലതരം പാത്രങ്ങളുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മന്ദിരം സുന്ദരം ചെയ്തൽ, അതിസുന്ദരമായ ഈ വീട്, അതും വളരെ ഗംഭീരാണ്. എന്നാൽ മന്ദിരം സുന്ദരം ചെയ്തൽ കോസ്യ സ്വാമി ഭവിഷ്യതി, എന്നാൽ ഞാൻ പോയി കഴിഞ്ഞാൽ ഇതിന് ആരാണ് ഒരു അവകാശി ഉണ്ടാവുക? തനിക്ക് മക്കളില്ലല്ലോ. അദ്ദേഹം, ആ ഒരു മനുഷ്യൻ ആലോചിക്കുന്നു. മൃത്യുകാലേ മനസ്തസ്യ ദുഃഖേന ഭ്രമത്തെ യഥാ അതോസ്യ ദുർഗതിർനൂനം ഭ്രാന്തചിത്തസ്യ സർവധാ. മരണസമയത്ത് മൃത്യുകാലേ മനസ്തസ്യ ദുഃഖേന ഭ്രമത്തെ യഥാ, ഇങ്ങനെ ദുഃഖം കൊണ്ട് ചിന്തിച്ച് ആ മനുഷ്യൻ്റെ മനസ്സ് കിടന്ന് പിടയ്ക്കും. അതുകൊണ്ട് തന്നെ എങ്ങനെ നോക്കിയാലും ആ മനസ്സ് ഈ തരത്തിൽ വല്ലാതെ അചഞ്ചലമായി നിൽക്കാതെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിക്ക്, ആ ജീവന് ദുർഗതി തന്നെയാണ് ഉണ്ടാവുക. അതോസ്യ ദുർഗതിർ നൂനം, തീർച്ചയാണ് എന്ന് പറയുന്നു. ഇങ്ങനെ ഏവം ബഹുവിധാം ചിന്താം കൃത്വാ സത്യവതീ സുത, ഇങ്ങനെ പലവിധ ചിന്തകളോടുകൂടിയ വേദവ്യാസൻ നിശ്വസ്യ ച ബഹുധാ ചോഷ്ണം വിമനാ സംബഭൂവ, അങ്ങനെ ഓരോന്ന് വ്യാസനും ചിന്തിച്ച് കൂടെ നെടുവീർപ്പിട്ട് വല്ലാത്ത മനസ്സിന് ദുഃഖമുള്ളവനായിട്ട് മാറി. വിമനാ സംബഭൂവ, നിശ്വസ്യ ച ബഹുധ, പലവട്ടം ആ രീതിയിൽ നെടുവീർപ്പിട്ടു, ദീർഘശ്വാസം ചെയ്തു എന്നൊക്കെ പറയുന്നു. വിചാര്യ മനസാത്യർത്ഥം കൃത്വാ മനസി നിശ്ചയം ജഗാമച തപസ്തപ്തും മേരുപർവ്വത സന്നിധൗ. പിന്നെ അദ്ദേഹം എന്ത് വിചാരിച്ചു? എങ്കിൽ ഒരു തീരുമാനം എടുക്കുക. അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. ഉടൻ തന്നെ തപസ് ചെയ്യുക എന്ന് തീർച്ചപ്പെടുത്തി. അതിനായി മേരുപർവ്വത സന്നിധവും, മേരുപർവ്വതത്തിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. ആര്? നമ്മുടെ വ്യാസൻ. മനസാ ചിന്തയാമാസ കം ദേവം സമുപാസ്മഹേ വരപ്രദാന നിപുണം വാഞ്ചിതാർത്ഥപ്രദം തഥാ. അദ്ദേഹം ആലോചിച്ചു, ഇനിയിപ്പോൾ ഏത് ദേവനെയാണ് തപസ് ചെയ്യേണ്ടത്? കം ദേവം സമുപാസ്മഹേ, ഞാൻ ആരെ തപസ് ചെയ്യും? വരപ്രദാന നിപുണം, തപസ് ചെയ്യുമ്പോൾ വരം തരാൻ നൈപുണ്യമുള്ള ആളെ തപസ് ചെയ്യണം. ആരാണ് ആ സമർത്ഥൻ? അതുപോലെ അഭീഷ്ടങ്ങൾ മുഴുവൻ വാഞ്ചിതാർത്ഥപ്രദൻ എന്ന് പറയുന്നത് ആരെയാണ്?
ആലോചിച്ചു. വിഷ്ണും രുദ്രം സുരേന്ദ്രം വാ ബ്രഹ്മാണം വാ ദിവാകരം. വിഷ്ണുവിനെയാണോ, രുദ്രൻ മഹാദേവനെയാണോ, സുരേന്ദ്രൻ ദേവേന്ദ്രനെയാണോ, ബ്രഹ്മാണം ബ്രഹ്മാവിനെയാണോ, അതോ ദിവാകരം സൂര്യനെയാണോ? ഗണേശം കാർത്തികേയം ച പാവകം വാരുണം തഥാ. ഗണപതിയെയാണോ, കാർത്തികേയൻ സുബ്രഹ്മണ്യനെയാണോ, പാവകൻ അഗ്നിയെയാണോ, വാരുണം വരുണനെയാണോ ഞാൻ സ്തുതിക്കേണ്ടത്? ഏവം ചിന്തയതസ്തസ്യ. ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാരദോ മുനിസത്തമ, മുനിശ്രേഷ്ഠനായിരിക്കുന്ന നാരദൻ, മുനിസത്തമനായിരിക്കുന്ന നാരദൻ യദൃച്ഛയാ സമായാതോ, യാദൃശ്ചികമായിട്ട് അവിടേക്ക് കടന്നു വന്നു. വീണാപാണി സമാഹിത, അദ്ദേഹം വീണ കയ്യിൽ ധരിച്ച ആളാണ്, സമാഹിതനാണ് എന്ന് വെച്ചാൽ ഏകാഗ്രചിത്തനാണ്. അദ്ദേഹത്തിന് മുമ്പിലേക്ക് വന്നു ചേർന്ന് നാരദൻ. തം ദൃഷ്ട്വാ പരമപ്രീതോ വ്യാസ സത്യവതീ സുത കൃത്വാർഘ്യമാസനം ദത്വാ പപ്രച്ഛ കുശലം മുനിം. തം ദൃഷ്ട്വാ പരമപ്രീതോ വ്യാസ, അദ്ദേഹത്തെ നാരദനെ കണ്ടിട്ട് വലിയ സന്തോഷമായ സത്യവതീ സുതനായിരിക്കുന്ന വേദവ്യാസൻ കൃത്വാർഘ്യമാസനം ദത്വ, അർഘ്യവും ആസനവും കൊടുത്ത് ഇരുത്തി. അതിനുശേഷം പിന്നെ മുനിയുടെ അടുത്ത് പപ്രച്ഛ കുശലം മുനിം, ആ മുനിയോട് കുശലങ്ങൾ ചോദിച്ചു. ശ്രുത്വാധ കുശല പ്രശ്നം, ഇതൊക്കെ കേട്ടതിന് ശേഷം പപ്രച്ഛ മുനിസത്തമ, മുനിസത്തമനായിരിക്കുന്ന നാരദൻ, മുനിശ്രേഷ്ഠനായിരിക്കുന്ന നാരദൻ തിരിച്ച് ഇങ്ങോട്ട് ചോദിച്ചു. ചിന്താതുരോസി കസ്മാത്വം ദ്വൈപായന വധസ്വ മേ. ഹേ ദ്വൈപായന, അല്ലയോ കൃഷ്ണദ്വൈപായന, അല്ലയോ വേദവ്യാസ, അങ്ങ് വല്ലാതെ ചിന്താകുലനാണല്ലോ. ചിന്താതുരോസി കസ്മാത്വം, എന്തുകൊണ്ടാണ്, എന്താണ് അതിന് കാരണം? വധസ്വമേ, എന്നോട് പറയൂ എന്ന് പറയുന്ന 27ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷര പുഷ്പാഞ്ജലി സമർപ്പിക്കുകയാണ്. എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം.
സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം
ശ്രീ മഹാദേവ്യേ നമഃ.